ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ സാമ്പത്തിക മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 ഓഗസ്റ്റ് 28 ആരംഭിച്ച ഈ പദ്ധതി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കി. ജൻധൻ യോജനയുടെ ഏറ്റവും ആകർഷകമായ സവിശേഷതകളിൽ ഒന്നാണ് അക്കൗണ്ടിൽ പണമില്ലാത്ത സാഹചര്യത്തിലും പണം പിൻവലിക്കാൻ അനുവദിക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം. സാമ്പത്തിക പ്രതിസന്ധികൾ ആർക്കും എപ്പോഴും സംഭവിക്കാം. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടം തുടങ്ങാനുള്ള മൂലധനം എന്നിവയ്ക്കായി സാധാരണക്കാർ പലപ്പോഴും കൊള്ളപ്പലിശക്കാരായ സ്വകാര്യ പണമിടപാടുകാരെയാണ് ആശ്രയിക്കാറുള്ളത്. ഈ ചൂഷണത്തിന് അന്ത്യം കുറിക്കാനാണ് ജൻധൻ അക്കൗണ്ടുകളിലൂടെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം സർക്കാർ ലഭ്യമാക്കിയത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിലവിൽ ബാലൻസ് ഒന്നുമില്ലെങ്കിലും ബാങ്കിൽ നിന്നൊരു നിശ്ചിത തുക വായ്പയായി പിൻവലിക്കാൻ അനുവദിക്കുന്ന സംവിധാനമാണിത്. ഇതൊരു തരം ചെറിയ കാല വായ്പയാണ്. പദ്ധതിയുടെ തുടക്കത്തിൽ ഈ തുക 5000 രൂപയായിരുന്നു. എന്നാൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ഈ പരിധി 10,000 രൂപയായി ഉയർത്തി. അടിയന്തര സാഹചര്യത്തിൽ പണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ തുക വലിയൊരു ആശ്വാസമാണ്. എല്ലാ ജൻധൻ അക്കൗണ്ട് ഉടമകൾക്കും ഉടൻ തന്നെ ഈ തുക പിൻവലിക്കാൻ സാധിക്കില്ല. ഇതിനായി ബാങ്കുകൾ ചില മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഓവർ ഡ്രാഫ്റ്റിനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജൻധൻ അക്കൗണ്ട് ആരംഭിച്ച് കുറഞ്ഞത് 6 മാസമെങ്കിലും പൂർത്തിയായിരിക്കണം. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അക്കൗണ്ടിൽ കൃത്യമായ ഇടപാടുകൾ നടന്നിരിക്കണം. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് വരികയോ പണം നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്ന സജീവമായ അക്കൗണ്ടുകൾക്ക് മുൻഗണന ലഭിക്കൂ. അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സ് തികഞ്ഞിരിക്കണം. പരമാവധി പ്രായപരിധി മുമ്പ് 60 വയസ്സായിരുന്നത് ഇപ്പോൾ 65 വയസ്സായി ഉയർത്തിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി നിർബന്ധമായും ബന്ധിപ്പിച്ചിരിക്കണം. കൂടാതെ ഉപഭോക്താവിന് മറ്റൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കാനും പാടില്ല. ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് മാത്രമേ ഈ സൗകര്യം ലഭിക്കൂ. ഇതിൽ തന്നെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മുൻഗണന നൽകണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. ജൻധൻ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത 2000 രൂപ വരെയുള്ള ഓവർ ഡ്രാഫ്റ്റ് തുക ലഭിക്കാൻ വലിയ കടമ്പകളില്ല എന്നതാണ്. ഇതിനായി പ്രത്യേക പരിശോധനകളോ ഗ്യാരണ്ടിയോ ബാങ്കുകൾ ആവശ്യപ്പെടാറില്ല. എന്നാൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള തുക ലഭിക്കണമെങ്കിൽ ബാങ്ക് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും സാമ്പത്തിക സ്ഥിതിയും പരിശോധിച്ച ശേഷം മാത്രമേ അനുമതി നൽകൂ. ഓവർ ഡ്രാഫ്റ്റ് എന്നത് സർക്കാർ നൽകുന്ന സൗജന്യ പണമല്ല, മറിച്ച് അതൊരു ബാങ്ക് വായ്പയാണ്. അതിനാൽ തന്നെ ഇതിന് പലിശ നൽകേണ്ടതുണ്ട്. ഓരോ ബാങ്കിലും അനുസരിച്ച് പലിശ നിരക്കിൽ വ്യത്യാസമുണ്ടാകും. സാധാരണയായി 2% മുതൽ 12% വരെ പലിശ ഈടാക്കാറുണ്ട്. പിൻവലിക്കുന്ന തുകയ്ക്ക് എത്ര ദിവസത്തേക്ക് ഉപയോഗിക്കുന്നുവോ അത്രയും കാലത്തെ പലിശ മാത്രമേ നൽകേണ്ടി വരൂ. നിങ്ങൾ പിൻവലിച്ച തുക കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഭാവിയിൽ ബാങ്കുകളിൽ നിന്ന് വലിയ തുക വായ്പ എടുക്കാൻ ഇത് ഉപകരിക്കും. തിരിച്ചടവ് മുടങ്ങിയാൽ അത് നിങ്ങളുടെ സാമ്പത്തിക വിശ്വസ്തതയും ബാധിക്കും. ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം കൂടാതെ മറ്റ് നിരവധി ഗുണങ്ങളും ഈ അക്കൗണ്ട് വഴി ലഭിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കണമെന്ന നിർബന്ധമില്ല. ബാലൻസ് 0 ആയാലും ബാങ്ക് പിഴ ഈടാക്കില്ല. അക്കൗണ്ട് ഉടമകൾക്ക് സൗജന്യമായി ഡെബിറ്റ് കാർഡ് ലഭിക്കും. ഇതുപയോഗിച്ച് ATMകളിൽ നിന്ന് പണം പിൻവലിക്കാനും ഓൺലൈൻ പേയ്മെന്റുകൾ നടത്താനും സാധിക്കും. ജൻധൻ അക്കൗണ്ടുകൾക്ക് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. 2018 ഓഗസ്റ്റിന് ശേഷം അക്കൗണ്ട് എടുത്തവർക്കാണ് ഈ ഉയർന്ന തുക ലഭിക്കുന്നത്. ഗ്യാസ് സബ്സിഡി, കർഷകർക്കുള്ള സഹായധനം, പെൻഷൻ തുടങ്ങിയ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും നേരിട്ട് ഈ അക്കൗണ്ടിലേക്ക് എത്തും. ഇത് ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നു. നിങ്ങൾക്ക് നിലവിൽ ഒരു ജൻധൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിച്ച് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യത്തിനായി അപേക്ഷിക്കാം. ബാങ്ക് നൽകുന്ന നിശ്ചിത ഫോം പൂരിപ്പിച്ച് നൽകണം. ആധാർ കാർഡിന്റെ പകർപ്പും മറ്റ് രേഖകളും ആവശ്യമായി വരാം. നിങ്ങളുടെ അക്കൗണ്ടിലെ കഴിഞ്ഞ 6 മാസത്തെ ഇടപാടുകൾ പരിശോധിച്ച് ബാങ്ക് മാനേജർക്ക് ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കാവുന്നതാണ്. ഇന്ത്യയിലെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രക്രിയയിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. കേവലം ഒരു ബാങ്ക് അക്കൗണ്ട് എന്നതിലുപരി സാധാരണക്കാരന്റെ അടിയന്തര ആവശ്യങ്ങളിൽ തുണയാകുന്ന ഒരു സുഹൃത്തായി ഈ പദ്ധതി മാറിയിരിക്കുന്നു. 10,000 രൂപ എന്ന തുക ചെറുതായി തോന്നാമെങ്കിലും ഗ്രാമീണ മേഖലയിൽ ഉള്ളവർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. സാധാരണക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കാനും ജൻധൻ യോജനയിലൂടെ സാധിച്ചു. കൃത്യമായ ഇടപാടുകളിലൂടെയും ഉത്തരവാദിത്തമുള്ള തിരിച്ചടവുകളിലൂടെയും ഈ പദ്ധതിയുടെ പൂർണ്ണ പ്രയോജനം ജനങ്ങൾക്ക് നേടിയെടുക്കാം.